നമ്മളെന്തായാലും ഒരു എൻട്രി കൺസിഡർ ചെയ്യുന്നുണ്ട്. 24,200ന്റെ പുട്ട് ഓപ്ഷനാണ് നമ്മൾ എൻട്രി എടുക്കണത്. എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ 9:30ന്റെ ക്യാൻഡിൽ നമ്മുടെ റെസിസ്റ്റൻസിൽ നിന്ന് ഒരു റിജക്ഷൻ തന്നിരുന്നു. പിന്നെ മാർക്കറ്റിൽ നിന്ന് ഓൾറെഡി ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ, അതായത് ആദ്യത്തെ ഇപ്പോൾ 3 മിനിറ്റ് ക്യാൻഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 9:30ന്റെ ക്യാൻഡിൽ ഒരു റിജക്ഷൻ, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നിട്ടാണ് ഇപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. പക്ഷേ ഇപ്പോൾ ഒരു ഡൗട്ട്, സാധാരണ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ എൻട്രി എടുത്തതിന് ശേഷം ഒരു നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഒന്ന് ഗ്യാപ്പ് ഡൗൺ ആകുമ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റിൽ എന്തുണ്ടാവുക വെച്ചാൽ വീണ്ടും താഴേക്ക് പോകുന്നുള്ളൊരു മൈൻഡ് ആവുക. പക്ഷേ ഒന്ന് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് തോന്നുന്നു. എസ് എൽ ആണെങ്കിൽ നമ്മൾ എന്തായാലും കറക്റ്റ് എസ് എല്ലിൽ ഇറങ്ങും. നീട്ടി വലിച്ചിട്ടൊന്നും കൊണ്ടുപോയില്ല. പ്രോപ്പർ എസ് എൽ ബുക്ക് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഇറങ്ങും. എങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോസിലാണ് എടുത്തപ്പോൾ തന്നെ ലോസിലേക്കാണ് പോകുന്നത്. സാധാരണ ട്രേഡ് എടുത്ത ചെറിയൊരു പ്രോഫിറ്റൊക്കെ കാണിച്ചിട്ടൊക്കെ ലോസിൽ പോകാറ്. എനിക്കെപ്പോഴും ഇമോഷൻസ് കയറി വരാറ് ഈ സമയത്ത്. അതായത് നമുക്ക് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും കൂടിയിട്ട് കുറച്ച് നേരം മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് വരാറുണ്ട്. കാരണം നമ്മളവിടെ കയറുന്നു, ഇറങ്ങുന്നു, പോകുന്നു, ആ ഒരു മെത്തേഡാണ് വരിക. പക്ഷേ മറ്റേതാകുമ്പോൾ നമ്മളവിടെ നിന്ന് നമ്മുടെ ഇമോഷൻസിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ വേടായാലും നല്ല രീതിക്കാണെങ്കിലും, പക്ഷേ ഇത് അതിനുള്ളൊരു ഗ്യാപ്പ് പോലും തരാണ്ടിരിക്കും. എനിക്ക് പലപ്പോഴും ഇമോഷൻസ് വരാറുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറിയിട്ട് വീണ്ടും ട്രേഡ് എടുക്കാറുണ്ട്. എന്തായാലും നോക്കി നോക്കാം, ലോസിലേക്ക് പോണത് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ക്യാൻഡിൽ സ്ട്രക്ചർ കണ്ടിട്ട് ഇത് ഇപ്പോൾ മുകളിലുള്ള സോണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഇനി വരുന്നൊരു ക്യാൻഡിൽ നല്ലൊരു വലിയ ക്യാൻഡിൽസ് ആവുക. പെട്ടെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 130 ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. 1:3 റിസ്ക് റിവാർഡിൽ തന്നെ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളത്. ഒരു 2,000 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 6,000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനിയിപ്പോൾ അധികം പോയിന്റ്സ് ഒന്നുമില്ല. ഇത്രയ്ക്കും എത്തിയാൽ തന്നെ ഓൾമോസ്റ്റ് എസ് എൽ ഇറ്റാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും നോക്കി നോക്കാം. അതെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ, ഒരൊറ്റ റെഡ് ക്യാൻഡിൽ പോലും കാണിക്കാണ്ട് ഫുൾ ഗ്രീൻ ക്യാൻഡിൽസ് ആണ് കണ്ടിന്യൂസ് പച്ച ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് അപ്പ് സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം സ്റ്റാർട്ട് ചെയ്തത് 9 ആ ഒരു 36ന്റെ ക്യാൻഡിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിരുന്നു അപ്പ് സൈഡിലേക്കുള്ള മൂവ്. അവിടെ എസ് എൽ ഹിറ്റായിട്ടുണ്ട്. നമ്മൾ അതിന് ശേഷം വേറെ ഒരു എൻട്രിയും കൂടി എടുത്തിട്ടുണ്ട്. 24,250ന്റെ പുട്ട് ഓപ്ഷനിലാണ് 4 എൻട്രി എടുത്തിട്ടുള്ളത്. ഇതും മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസിസ്റ്റൻസിൽ നിന്ന് ഒരു റിജക്ഷൻ കാണിച്ചപ്പോൾ, അതായത് ഏകദേശം ആ ഒരു ഫസ്റ്റ് നമ്മുടെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ച ആ ഒരു എൻട്രിക്ക് ശേഷം ഏകദേശം 9:51 50ന്റെ ക്യാൻഡിൽ വരെ നല്ലൊരു കണ്ടിന്യൂസ് അപ്സൈഡ് മൂവ് തന്നെയായിരുന്നു. അതിനുശേഷം വന്ന ഒരു 3 ക്യാൻഡിൽസ് റിജക്ഷൻ ക്യാൻഡിൽസാണ് വന്നത്. ഒരു 10 മണിയുടെ ക്യാൻഡിലേക്കും റിജക്ഷൻ പ്രോപ്പറായി കാണിച്ചപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത് 9:55ന്റെ ക്യാൻഡിലിൻ്റെ സമയത്ത്. പക്ഷെ അതിനുശേഷം ഒരു ഒറ്റ ക്യാൻഡിൽ വന്നിട്ട് അപ്സൈഡ് നമ്മുടെ സോൺ ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ബ്രേക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയൊരു മൂവ് തന്നിട്ട് ഇനി താഴേക്കുള്ള ഒരു ചാൻസ് തന്നെയാണ്. ഇന്നത്തെ ഓവറോൾ മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് താഴത്തേക്കുള്ള ഒരു മൂവാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ബിയറിഷിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഡേ എന്താവും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട്
ഇന്നത്തെ ദിവസം മുഴുവൻ ബിയറിഷ് ആണ്. അല്ലെങ്കിൽ ഇന്ന് എന്താണ് വ്യൂ എന്ന് ചോദിക്കുമ്പോൾ ബിയറിഷ് മാർക്കറ്റ് ആണോ ബുള്ളിഷ് മാർക്കറ്റ് ആണെന്ന്. പക്ഷേ എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു വ്യൂ കിട്ടാറില്ല ടോട്ടലി വെച്ചിട്ട്. ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണ വരെ അതിൻ്റെ ഇടയിൽ നമ്മുടെ വ്യൂവിന് അല്ലെങ്കിൽ നമ്മുടെ എൻട്രി മെത്തേഡിനനുസരിച്ചിട്ട് ഏതാണ് എൻട്രി കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ എൻട്രി എടുക്കാറ്. ഓവറോൾ വ്യൂ പലപ്പോഴും കിട്ടാറില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കണ്ടിന്യൂസ് ഫോളോ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽസിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് എൻട്രി ഞാൻ കൂടുതൽ എടുക്കാറ്. എനിക്ക് കംഫർട്ട് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പക്കായിട്ട് ലോസിലേക്ക് പോവാണ്ട് ഒന്ന് പ്രോഫിറ്റ് കാണിച്ച് ലോസ് കാണിച്ച് അങ്ങനെ സൈഡ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ വലിയൊരു മൂവ് കാണിക്കുന്നില്ല. സൈഡ് വേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ലോസിലല്ല നമ്മളിപ്പോൾ പ്രോഫിറ്റിലാണ്. പക്ഷേ സ്പോട്ട് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫോള് ക്രിയേറ്റ് വരുന്നുണ്ട്. അതായത് ക്യാൻഡിൽസിൻ്റെ ആ ഒരു സ്ട്രക്ചറും പിന്നെ അതുപോലെ തന്നെ ആ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. താഴത്തേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്രത്തോളം പോകും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. 1:3 എത്തുമോ എന്നുള്ളത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് നന്നായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊന്നുകൂടി വലിയൊരു ഇനിയിപ്പോൾ ഒരു പ്രീമിയം 3 DK പോലെയാണ് നിൽക്കണത്. അപ്പോൾ നല്ലൊരു മൂവ് കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് സ്പോട്ട് ചാർട്ടിൽ നമ്മുടെ ടാർഗറ്റ് എത്തിയാലും പലപ്പോഴും പ്രീമിയത്തിൻ്റെ അവിടേക്ക് എത്താത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ എനിക്ക് ഇമോഷൻസ് അവിടെ കയറാറുണ്ട്. കാരണം സ്പോട്ട് ചാർട്ടിലല്ല സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടാണ് എക്സിറ്റ് ചെയ്യാറെങ്കിലും കൂടിയിട്ട് പ്രീമിയത്തിൻ്റെ ചാർട്ടും കൂടി മെയിനായിട്ട് നോക്കും. കാരണം പ്രീമിയത്തിൻ്റെ ചാർട്ടിലാണ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നത് പോയിന്റ്സ് വെച്ചിട്ട്. അപ്പോൾ പലപ്പോഴും അങ്ങനെ വേരിയേഷൻസ് വരാറുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു നല്ലൊരു മൂവ്മെൻറ്റും വരുന്നുണ്ട്. നല്ലൊരു ക്യാൻഡിൽ വന്നാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവിടെ നല്ലൊരു മൂവ് കിട്ടി. കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ വന്നു. നല്ല നല്ല വലിയ ക്യാൻഡിൽസ് വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സപ്പോർട്ട് ഏരിയയിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നെങ്കിൽ ഇവിടുന്ന് എക്സിറ്റായി മാറണം, അല്ലെങ്കിൽ ഒരു വലിയൊരു ക്യാൻഡിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ട് ചിലപ്പോൾ അവിടെ കുറേ ബയേഴ്സിനെ എൻട്രി ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ സെല്ലേഴ്സിനെ എൻട്രി ചെയ്യിപ്പിക്കുകയോ എല്ലാം ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഓപ്പോസിറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തുണ്ടാവണേ എന്നുള്ളത്. ഇപ്പോഴത്തെ ക്യാൻഡിൽസിൻ്റെ പ്രീമിയത്തിൻ്റെ ആയാലും അതെ സ്പോട്ട് ചാർട്ടിൻ്റെ ക്യാൻഡിൽസ് ആയാലും അതെ ചെറിയ ചെറിയ ക്യാൻഡിൽസാണ്. വലിയൊരു ഇല്ല. ഇനി ഇവിടെ നിന്ന് എന്താന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കാം. പലപ്പോഴും ഈ ഫയേഴ്സിൻ്റെ ഒരു ഇത് ഇനിയിപ്പോൾ എൻ്റെ അവിടുത്തെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആണോ എന്നറിയില്ല. നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ കിട്ടുന്ന ആ പ്രോഫിറ്റ് ആയിരിക്കില്ല പലപ്പോഴും ചാർട്ടിൽ കാണിക്കുക. ഇങ്ങനെ ലാഗായിട്ട് നിന്നിട്ട് ഭയങ്കരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പലപ്പോഴും ചാർട്ടിൽ ഫോണിൽ നോക്കിയിട്ട് വരുന്ന രീതിയിൽ ചാർട്ടിലേക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ റീഫ്രഷ് ചെയ്തിട്ടൊക്കെ വന്നാലാണ് പല മൂവ്മെൻറ്റ് നടക്കുക. നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ലൊരു ക്യാൻഡിൽസ് ഇപ്പോൾ വന്നു കേട്ടോ. ക്യാൻഡിൽ നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം അത് പോകുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രോപ്പർ ആദ്യം വെച്ച ടാർഗറ്റ് എടുത്തിട്ട് ഞാൻ നീട്ടി വെച്ചു. അതിൻ്റെ ഇടയിൽ ഗ്രീഡാണ് അതാണ് ഉണ്ടായി എടുക്കുന്നത്. നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നു. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് നമ്മുടെ ലോസ് നടന്നല്ലോ. അപ്പോൾ ആ ലോസിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യം വെച്ചിരുന്നു. ആദ്യം കോസ്റ്റിൽ വെച്ച് പിന്നെ ലോസ് കവർ ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തായാലും ചാടി കയറിയിട്ട് ഇറങ്ങണില്ല. ഒന്നുകൂടി താഴേക്ക് പോയിട്ട് നമ്മൾ പ്രോപ്പർ ടാർഗറ്റ് എത്താ വെച്ച് കഴിഞ്ഞാൽ 1:4 ഇറങ്ങി ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് നമ്മുടെ വെച്ചിട്ടുള്ള ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും എക്സിറ്റ് ചെയ്യാം. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പലപ്പോഴും ഇമോഷൻസ് ഇവിടെ വർക്കാവും. ഗ്രീഡ് വരും. കഴിഞ്ഞ ട്രേഡിൻ്റെ 1:3 ആണെങ്കിൽ കൂടിയിട്ട് ആ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുമ്പോൾ വരുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 2 ദിവസത്തെ വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാനത് ഇടുന്നതാണ്. ഇന്നലെ മിഞ്ഞാന്നും ലോസ് ആയിരുന്നു. ഇന്നലത്തെ ലോസ് ഓക്കെ നമ്മുടെ നോർമൽ ലോസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ തലേ ദിവസം ഉണ്ടായിരുന്ന ലോസ് നമ്മുടെ എക്സ്പയർ ഡയറി എന്ന എടുത്തിട്ട് ലോസ് ഇമോഷൻ വെച്ചിട്ട് ഓവർ ക്വാണ്ടിറ്റി, അത് ഹ്യൂജ് ഓവർ ക്വാണ്ടിറ്റിക്ക് എടുത്തത്. പക്ഷേ ഓവറോൾ നമ്മൾ പ്രോഫിറ്റാണ്. കാരണം എത്ര ഹ്യൂജ് എടുത്താലും കൂടിയിട്ട് അതിൻ്റെ മുന്നേ എന്നാണോ നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആവുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മാത്രം റിസ്ക് വെച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് എപ്പോഴും. ഇമോഷനിൽ എടുത്തു പോയി, കാരണം ബിഗിനറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് വരാൻ പഠിച്ചിട്ട് വരാൻ നമ്മൾ സമയം എടുക്കും. അപ്പോൾ എന്തായാലും അതിനെ വെച്ചിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. പലപ്പോഴും റീഫ്രഷ് ആവില്ല, അതാണ് മെയിൻ കേസ്. ഇവിടുത്തെ സ്ട്രക്ചർ കണ്ടിട്ട് താഴേക്ക് ഇനി പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ആദ്യത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഏരിയ ഉണ്ടല്ലോ, കുറേ നേരം സ്ട്രഗിൾ ചെയ്തത് ആ സെയിം ഏരിയയിൽ തന്നെയാണ്. അവിടെ നിന്നാണല്ലോ അപ്പ് സൈഡിലേക്ക് മൂവ് വന്നത്. ആ സെയിം ഏരിയയിൽ തന്നെയാണ് ഇപ്പോഴും പ്രൈസ് കിടന്നിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ നിന്ന് അപ്പ് സൈഡ് പോകാനുള്ള ചാൻസാണ് കൂടുതൽ. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസിനെ എവിടേക്ക് ഇനി മാറ്റി വയ്ക്കുന്നില്ല. ഹിറ്റായ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എന്തായാലും എക്സിറ്റ് ചെയ്ത് തരാം. നമ്മുടെ ട്രേഡിങ് ചാലഞ്ച്, നമ്മളൊരു ട്രേഡിങ് ചാലഞ്ചായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു 25K to 10 lakh എന്നുള്ള രീതിയിൽ. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട് നോക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ഒറ്റയടിക്ക് ഇത് പറയുന്ന പോലെയല്ല. ഇമോഷൻസ്, ക്യാപിറ്റല്, റിസ്ക് റിവാർഡ്, അങ്ങനെ പല കാര്യങ്ങൾ വരും. അതേപോലെ നമ്മുടെ എടുക്കുന്ന എൻട്രീസിൻ്റെ ക്രൈറ്റീരിയകൾ, എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ഒരുപാടുണ്ട്. ഒറ്റ ദിവസമല്ലല്ലോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ലോങ് ടേം വ്യൂവിലാണ് ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എത്ര നാൾ കൊണ്ട് എത്തുന്നൊന്നും അറിയില്ല. പക്ഷേ ആ ഒരു വ്യൂ, നമുക്കൊരു എയിം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വേണമല്ലോ. ഇന്നതാണ് ഇത്ര നാൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എത്തിക്കേണ്ടതെന്നുള്ളത്. ആ ഒരു വ്യൂവിലാണ് പോണത്. മറ്റേത് ഒരു എന്താണെങ്കിലും നമ്മൾ പറയാച്ചെങ്കിൽ ആരും ഒരു വള്ളിയില്ലാത്ത വട്ടം അല്ലെങ്കിൽ നൂല് പൊട്ടിയ വട്ടത്തിൻ്റെ പോലെ ആയിരിക്കും. എവിടെ ആണെങ്കിലും ചെന്ന് അവസാനിക്കാം. ഇതാവുമ്പോൾ നമുക്കൊരു വ്യൂ ഉണ്ട്, ഇതാണ് വ്യൂ. എത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, സ്റ്റാർട്ട് ചെയ്യാനാണല്ലോ ആദ്യത്തെ കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ മാസം ഏപ്രിൽ 1-നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എങ്ങനെയാണ്, പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇന്നലത്തെയും മിഞ്ഞാന്നത്തെയും ലോസിലായിരുന്നു. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം. പിന്നെ മെയിനായിട്ട് ചൊവ്വാഴ്ചത്തെ ഇടാൻ പറ്റാണ്ടിരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് ആ ലോസ് നോക്കിയിരിക്കേണ്ടി വന്നില്ല, നോക്കിയിരിക്കാൻ പറ്റിയില്ല റെക്കോർഡ് ചെയ്താണെങ്കിലും കൂടിയിട്ട്. അതാണ് മെയിനായിട്ട്. പിന്നെ ഇന്നലത്തെ അങ്ങനെ തന്നെ, മിഞ്ഞാന്ന് ഉണ്ടാക്കിയ ലോസ് കാരണം കൊണ്ട് മാത്രമാണ് ഇന്നലെ സെക്കൻഡ് ഡേ വീണ്ടും ലോസ് ആയത്. നല്ലൊരു ട്രേഡ്സ് 1-2 സെറ്റപ്പ് വന്നിട്ട് പോലും എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഫിയർ വന്ന, അതായത് ഓവറായിട്ട് നമ്മൾ ലോസ് ഉണ്ടാക്കിയാൽ നമ്മൾ ആ ഫിയർ വന്നത് കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ എന്നെ ബാധിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നല്ല വ്യൂവിൽ കോൺഫിഡൻസ് കൂടിയിട്ട് ഇരുന്നിട്ട് എൻട്രി എടുത്തപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റിലാണ് നമ്മൾ ഇന്ന് പൻഡ് ചെയ്യണത്. എന്തായാലും ഇന്ന് വേറൊരു എൻട്രി ഇല്ല ഇന്നത്തെ ദിവസം. നമ്മൾ ഈ എൻട്രിയിൽ നമ്മൾ എന്തായാലും നിർത്തും. ഓക്കെ, നമ്മുടെ അത് ട്രെയിൽഡ് SL ഹിറ്റുണ്ട്. അപ്പോൾ ഇന്ന് പ്രോഫിറ്റിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 1:1.5 എബോവ് എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.